ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നാളത്തെ നമ്മുടെ ആദർശിൻ്റെയും നയനയുടെയും കഥയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുകൂടാതെ അല്ലോ സ്റ്റോറി എന്ന ഒരു ചാനലിലും നമ്മൾ കഥകളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഈ രണ്ട് ചാനലുകളിലായിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ഇടുന്നത്. അപ്പോൾ നമുക്ക് നാളത്തെ കഥയിലേക്ക് പോകാം. എന്തൊക്കെയാണ് നാളെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഇനി ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല എന്താ, കാരണം ഏട്ടനോട് സംസാരിച്ചു, മുത്തശ്ശിയോട് സംസാരിച്ചു, ദേവയാനിയോട് സംസാരിച്ചു, അതെ വല്യമ്മയോട് സംസാരിച്ചു, എന്നിട്ടും ഒരു പരിഹാരവും ഉണ്ടായില്ല. അപ്പോൾ ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, ഇനി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഏട്ടത്തി ഇങ്ങനെ നിന്ന് നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു അസുഖത്തിലേക്കോ ഒക്കെ മാറിപ്പോവും. മാത്രമല്ല ഇങ്ങനെ നിന്ന് നനയേണ്ടത് ഇതൊരു ന്യായമായ കാര്യമല്ല എന്ന് നമ്മുടെ അനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അനി എന്ത് ചെയ്തു, ഒരു തീരുമാനം എടുക്കുകയാണ്. ഇനി ഏട്ടനോട് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല, ഏട്ടത്തിയുടെ ഒക്കെ അരികിലേക്ക് പോകണം, ഏട്ടത്തി ഇങ്ങനെ നനയാൻ അനുവദിക്കരുത്, ഏട്ടത്തിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഏട്ടത്തിയോട് പറയണം. എന്തായാലും ഇനി വല്യമ്മയുടെയോ ആദർശേട്ടൻ്റെയോ മനസ്സ് ഇന്നുകൊണ്ട് തണുക്കത്തില്ല. പതുക്കെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം എന്നൊക്കെ പറയാനായിട്ട് അനി ഒരു കുടയും കൊണ്ട് പോയി ഏട്ടത്തിയെ കുട ചൂടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തിനാണ് ഇനി ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത് എന്ന് ഈ അനിയോട് നയന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏട്ടത്തി ഇനി ഇങ്ങനെ മഴ നനയല്ലേ, എന്തെങ്കിലും അസുഖം പിടിക്കുക, ഏട്ടത്തി അങ്ങോട്ടേക്ക് കയറി നിൽക്കുക, മഴ തോരട്ടെ, അതിനുശേഷം ഏട്ടത്തി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഞാൻ ഏട്ടത്തിയുടെ വീട്ടിൽ കൊണ്ടാക്കാം, ചേട്ടത്തി ഈ മഴയത്ത് നിൽക്കാതെ ഇങ്ങോട്ട് വാ. അപ്പോഴേക്കും നയന് പറഞ്ഞു, ഇല്ല, നിൻ്റെ ഏട്ടൻ എന്നെ ഈ പടിക്ക് പുറത്താക്കിയതാണ്, എന്നെ ഇവിടെ കൊണ്ട് തള്ളിയതാണ്, ഒരിക്കലും ഇനി ആ പടി ഞാൻ ചവിട്ടണമെങ്കിൽ നിൻ്റെ ഏട്ടൻ തന്നെ സമ്മതിക്കണം, അല്ലെങ്കിൽ നിൻ്റെ ഏട്ടൻ തന്നെ ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് പറയണം, അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ, ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ നയന ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിന് പറഞ്ഞു, ഏട്ടത്തിൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല, നീ കുടുംബത്തിലെ എല്ലാവർക്കും അറിയാം, പക്ഷേ മുത്തശ്ശൻ പോലും മൗനം പാലിക്കുകയാണ്. മുത്തശ്ശിക്കാണെങ്കിൽ മുത്തശ്ശിയും ഒന്നും പറഞ്ഞിട്ടോ ആദർശേട്ടൻ കേൾക്കാൻ തയ്യാറല്ല. ഇതൊക്കെ കെട്ടടങ്ങും, നാളെ ആകുമ്പോഴത്തേനും വല്യമ്മയുടെ ദേഷ്യവും ആദർശേൻ്റെ ദേഷ്യമൊക്കെ മാറും. അത് കഴിയുമ്പോഴേക്കും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഇപ്പോൾ ഏട്ടത്തി എന്തായാലും അകത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഇല്ല, അകത്തേക്ക് ഞാനായിട്ട് കയറില്ല, ഈ കുടുംബത്തിൽ നിന്ന് തന്നെ ഞാൻ ചെയ്തത് തെറ്റല്ല എന്നൊരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ ഞാൻ അകത്തേക്ക് കയറുകയുള്ളൂ, കാരണം ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്ക് അറിയില്ല നീ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഏട്ടത്തിയുടെ വീട്ടുകാരെ വിളിക്കാം, ഏട്ടത്തിയുടെ അച്ഛനെ അല്ലെങ്കിൽ നന്ദുവിനെ വിളിക്കാം, അതിനുശേഷം ഒരു ഏട്ടത്തി അവരോടൊപ്പം പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഇല്ല, അനി ഇവിടെ നിൽക്കേണ്ട, അനി ഇവിടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആദർശേട്ടന് അതുകൂടി ദേഷ്യമാകും, അതുകൊണ്ട് അനി നിൽക്കേണ്ട, അനി കയറിപ്പോക്കോളാനായിട്ട് ഇങ്ങനെ പറയുകയാണ്. എന്തായാലും അവസാനം ഗത്യന്തരമില്ലാതെ അനി അകത്തേക്ക് കയറി പോവുകയാണ്. കാരണം നയന ഇങ്ങോട്ടേക്ക് കയറി വരികയോ അല്ലെങ്കിൽ പോകാനായിട്ട് കൂട്ടാക്കുകയല്ലെന്ന് മനസ്സിലായി. വാശിയാണ്, എല്ലാവർക്കും വാശി തന്നെയാണ്, പക്ഷേ ഏട്ടത്തിയുടെ ഭാഗത്ത് ന്യായമുള്ള വാശിയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഇവനിങ്ങനെ ആലോചിക്കുക. എന്തായാലും ഏട്ടത്തിയുടെ അമ്മയെ വിളിച്ച് കാര്യം പറയാം, അല്ലെങ്കിൽ നന്ദുവിനെയോ ഏട്ടത്തിയുടെ അമ്മയെ വിളിച്ച് കാര്യം പറയാമെന്ന് പറഞ്ഞ് നന്ദുവിനെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദുവിനെ കോള് കണക്റ്റായിട്ട് കിട്ടിയില്ല. എന്നാൽ പിന്നെ ഏട്ടത്തിൻ്റെ അമ്മയെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്തു, കനകയെ വിളിക്കുകയാണ്. അപ്പോൾ എന്താ മോനെ ഈ സമയത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അനി കാര്യം പറയുകയാണ്, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നും പറഞ്ഞിട്ട് നടന്ന സംഭവം അനി ഇങ്ങനെ പറയുക. കനക ആകെ പേടിച്ചു പോയി, ഞങ്ങൾ ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് കനക ഫോൺ വെച്ചിട്ട് ഗോവിന്ദനോട് പോയി കാര്യം പറയുകയാണ്. അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി, അവളെ പുറത്താക്കിയിരിക്കുകയാണ് ആദർശ്, എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞില്ല, അനിയാണ് വിളിച്ചത്, അപ്പം നന്ദു പോലും ഇല്ലാതെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്ന് ഗോവിന്ദ് ചോദിക്കുക. മാത്രമല്ല അവരുടെ കുടുംബത്തിലെ പ്രശ്നത്തിന് ഇടയ്ക്ക് കയറി നമ്മൾ പോയി ഇടപെട്ട് കഴിഞ്ഞാൽ അത് ശരിയാകുമെന്ന് നിനക്ക് തോന്നണുണ്ടോ, അത് വേണ്ട, നമുക്ക് പോകണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, നിങ്ങൾ എന്തായി പറയുന്നത്, അങ്ങോട്ടേക്ക് പോയില്ലെങ്കിൽ ഈ പ്രശ്നം നടക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് പോയില്ല, പിന്നെ നമ്മൾ എങ്ങോട്ട് പോകാനാണ്, എന്തായാലും നമ്മുടെ മോളല്ലേ, പോകാതിരിക്കാൻ പറ്റുമോ, നമുക്ക് അവൾക്ക് ചോദിക്കാനും പറയാനും എന്താണ് പുറത്താക്കിയതിന് കാരണം എന്നറിയണമല്ലോ. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, അവിടെ മുത്തശ്ശനും മുത്തശ്ശനും ഒക്കെ ഇല്ലേ, അവർക്കറിയാലോ ന്യായത്തിൻ്റെ ഭാഗത്ത് അവർ നിൽക്കുകയുള്ളൂ, എന്തായാലും നമ്മുടെ മോൾക്ക് അവിടെ ഒരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ സമാധാനിക്കാനായിട്ട് പറ്റില്ല, നിങ്ങളൊരു കാര്യം ചെയ്യണം, എൻ്റെ കൂടെ വരാൻ പറ്റുവാണേ വാ, ഒരു ഓട്ടോ വിളിക്കാൻ നമുക്ക് ഇപ്പോൾ പോകാമെന്നും പറഞ്ഞിട്ട് അവസാനം വീടും പൂട്ടി ഇവരെ ഇറങ്ങാൻ നന്ദൂനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല കേട്ടോ. അവസാനം ഇവരെ ഓട്ടോയിൽ അവിടെ ചെന്നിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും മഴ നനഞ്ഞ് മഴയത്തിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ നയനയ്ക്ക് ഓർക്കും തോറും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കും തോറും നയനയ്ക്ക് സങ്കടം ഏറി വരികയാണ്. കാരണം താൻ ചെയ്ത തെറ്റെന്താണെന്ന് തിരിച്ചറിയാനാവാതെ, അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു സങ്കടമുണ്ട് തന്നെ ഈ ഒരു പുറത്ത്. അതുപോലെ തന്നെ നമ്മുടെ ആദർശമാണെങ്കിൽ അമ്മയോട് അവളിങ്ങനെയൊക്കെ പറയരുതായിരുന്നു, എന്തിനവൾ അമ്മയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, അവളെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങിയതായിരുന്നു എന്നൊക്കെ ആദർശം ഇങ്ങനെ ഓർക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ദേവയാനിയാണെങ്കിലോ
തൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്നും അവൾ പോയി കിട്ടിയെന്ന ഒരു ആശ്വാസത്തിലാണ് ദേവയാനി. അപ്പോൾ എല്ലാവരുടെ നെഞ്ചിലും ഒരു സങ്കടം, ബാക്കി എല്ലാവരുടെ നെഞ്ചിലെ കുടുംബത്തിൽ ഇങ്ങനെ സങ്കടം അലതളിക്കുകയാണ്. പക്ഷേ നമ്മുടെ ജലജയും നവിയൊക്കെ കൂടി സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക. അവൾ പോവുകയാണല്ലോ, അവളുടെ അഹങ്കാരം തീർന്നല്ലോ, അവൾ ഈ കുടുംബത്തിലെ വലിയ ആരാണ്ടായിരുന്നെന്നാണെന്നല്ലോ അവളുടെ വിചാരം എന്നൊക്കെ നവ്യ ഇങ്ങനെ മനസ്സിൽ പറയുകയൊക്കെ ചെയ്യുകയാണ്. എന്തായാലും ഇവർ വന്നിറങ്ങി, കനകയും ഗോവിന്ദനും വന്നിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും കനകയും ഗോവിന്ദനും വന്നിറങ്ങി ഈ ഒരു കാഴ്ച കണ്ട അന്തം വിട്ട് മോളേന്നും പറഞ്ഞിട്ട് വരികയാണ്. മോൾ എന്തിനാ ഈ മഴയത്ത് ഇങ്ങനെ നിൽക്കുന്നത്? ആരാ നിന്നെ പുറത്താക്കിയത്? എനിക്കൊന്ന് അറിയണം. എൻ്റെ മോളെ പുറത്താക്കാനായിട്ട് ഈ കുടുംബത്തിൽ എന്ത് തെറ്റാണ് അവൾ ചെയ്തതെന്ന് എനിക്കറിയണം. ഇത് കാഴ്ച കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഗോവിന്ദേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് മോളിങ്ങ് വാ എന്ന് പറഞ്ഞിട്ട് കനക കയ്യെ പിടിച്ചുകൊണ്ട് കനകയും ഗോവിന്ദനും കൂടി ഈ അനന്തപുരിയുടെ ഡോറിൻ്റെ നേർക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോഴേക്കും ഇവിടെ മുത്തശ്ശനും അതുപോലെ എല്ലാവരും വന്നു. മുത്തശ്ശനല്ല മുത്തശ്ശിയും ബാക്കി എല്ലാവരും വന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മോൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് കനക ഒച്ചയിടാൻ തുടങ്ങിയിട്ട്, എൻ്റെ മോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവൾക്ക് ഇങ്ങനെയൊരു ശിക്ഷ വിധിച്ചത്? എന്തായാലും അവൾ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്യില്ല എന്നറിയാം. ആദർശ് രാവിലെ ഞങ്ങൾ കണ്ട ആദർശ് അല്ല ഇപ്പോഴെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ആളാണ് നയനയെന്ന്. അവൾ എന്ത് ചെയ്താലും ആരും ഒന്നും ചോദിക്കാൻ വരില്ലെന്നാണോ? ഞങ്ങൾ പട്ടിണിപ്പാവങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ മക്കളെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാൻ വരാതിരിക്കാൻ ഞങ്ങൾക്കാവില്ല എന്നൊക്കെ കനക ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉറഞ്ഞു തുള്ളുമൊന്നും വേണ്ട, കാരണം നിങ്ങൾ വളർത്തി വിട്ടിയ മോൾ ഇവിടെ കാണിച്ചതിൻ്റെയാണ് നിങ്ങൾ അവളെ പുറത്താക്കിയിരുന്നത് ദേവയാനി. അപ്പോൾ എൻ്റെ മോൾ എന്ത് തെറ്റാണ് ചെയ്തത്? അവൾ അവിടെ കഷ്ടപ്പെട്ട് ഞങ്ങളെ സഹായിക്കാനായി എത്തിയത്, അതിൻ്റെ പേരിൽ നിങ്ങൾ വഴക്കുണ്ടാക്കി ഇവിടെ. അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇന്ന് ആദർശല്ലേ കൊണ്ടുവിട്ടത്, പിന്നെ എന്തിൻ്റെ പേരിലാണ് അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിന് കാരണം ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ പുറത്താക്കിയതെന്നും പറഞ്ഞ ആദർശ്. എന്ത് കാരണം ഉണ്ടെങ്കിലും അങ്ങനെ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണാണ്, അങ്ങനെ വെറുതെ ഇറക്കി വിടാൻ പറ്റുന്നൊന്നും അല്ല. അപ്പോൾ നിങ്ങളെന്താ അവകാശം സ്ഥാപിക്കാൻ വന്നതാണോ എന്നൊക്കെ ജലജ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അനുഭവിച്ചോ ആദർശ് ഇതല്ല ഇതിലപ്പുറം ഇവർ പറയുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തച്ഛനും അവിടെയുണ്ട്. അപ്പം മുത്തച്ഛനോട് ഗോവിന്ദൻ ചോദിച്ചു, അങ്ങ് പറ എൻ്റെ മോൾ എന്ത് തെറ്റാണ് ചെയ്തത്? അപ്പം നയനയുടെ ഭാഗത്തൊരു തെറ്റുമില്ല, പക്ഷേ ആദർശ് അങ്ങനെ ചെയ്തു. എന്തായാലും അവർ ചെയ്തതിനെ ചോദ്യം ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല, എനിക്ക് അതിന് സാധിക്കില്ല എന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ അവരോട് ക്ഷമ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക. എന്തായാലും ആദർശ് ചെയ്തതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങ് പോവാണ് കേട്ടോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കനകയ്ക്കും ഗോവിന്ദനും ആകെ വെപ്രാളം. കനകയും ഗോവിന്ദനും പറഞ്ഞു, എന്തായാലും ഞങ്ങളുടെ മോളെ ഇനി ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ കൊണ്ടുപോവുക, അവൾ ആരും ഇല്ലാത്തൊന്നുമല്ല, അവിടെ നിന്നോളും, വലിയ വീടും ഇതൊന്നും ഇല്ലെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കനകയും ഗോവിന്ദനും കൊണ്ടുപോകാനായിട്ട് ഇറക്കിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. എന്തായാലും അവളെ ഇനി ഇവിടെ സ്വീകരിക്കില്ല, മരുവാളാക്കില്ല എന്നൊക്കെ ഇവരെ തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് എന്തായാലും ഇതിന് നിങ്ങൾ ശിക്ഷ അനുഭവിച്ചിരിക്കും എന്നും പറഞ്ഞിട്ടാണ് ഗോവിന്ദനും ചക്കുപൊട്ടി ഗോവിന്ദനും കനകയും കൊണ്ടുപോകാനായിട്ട് ഇറങ്ങുകയാണ്. ആ സമയത്താണ് ഒരു കാർ അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുന്നത്. കാറിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മുടെ ആദർശിൻ്റെ അച്ഛനാണ്. ആദർശിൻ്റെ അച്ഛനെ വന്നിട്ട് ഇതെന്താ ഈ സമയത്ത് നിങ്ങൾക്കിതെന്താ പറ്റിയേ? ഈ മഴ നനഞ്ഞ് നടക്കണേ എന്തിനാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സങ്കടത്തോടെ ഗോവിന്ദനും കനകയും കൂടി ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും അനിയും ഓടി ഇറങ്ങി വന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇവിടെ നയനെ പുറത്താക്കാൻ പറ്റി ആരാ ഉള്ളതെന്ന് എനിക്കൊന്നും അറിയണമല്ലോ, അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷേ ആദർശ് എൻ്റെ ദേഷ്യത്തിന് മുന്നിൽ ആർക്കും ഒന്നും പറയാൻ പറ്റിയില്ല. അവന് എൻ്റെ മോനാ, അവൻ്റെ ദേഷ്യം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവാനിയെ അടക്കി നിർത്തി, ആദർശിനെ അടക്കി നിർത്തി നയനെ ആ വീട്ടിലേക്ക് വീണ്ടും എല്ലാ സർവ്വ അധികാരത്തോടു കൂടി തന്നെ അവിടെ മരുമകളായിട്ട് തന്നെ വാഴിക്കുകയാണെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സി ഓക്കെ, താങ്ക് യു.